കണ്ണിമാങ്ങ അച്ചാർ ഇടാനുള്ള കണ്ണിമാങ്ങ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നാട്ടു മാമ്പഴത്തിന്റെ ചെറിയ ഒരു കണ്ണിമാങ്ങ പരുവാണ് പറിച്ചു വെച്ചിട്ടുള്ളത്. ഇതിന്റെ കാമ്പ് ഇത്രയും നീളം ഉണ്ടാവണം, കാരണം ഇതിന്റെ ചൊന നമുക്ക് അച്ചാർ ഇടാനായിട്ട് ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്രയും കുറച്ച് നീളമുള്ള കമ്പോട് കൂടിയാണ് ഇത് പറിച്ചെടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം. അതിനായിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. 3 പ്രാവശ്യം വെള്ളം മാറ്റി നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാം. നേരെ മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് അധികം മണ്ണൊന്നും ഉണ്ടാവില്ല. കഴുകിയ മാങ്ങകളെല്ലാം ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഈ കഴുകുന്ന സമയത്ത് തന്നെ കേടായ മാങ്ങകളൊക്കെ കാണുകയാണെങ്കിൽ അതപ്പം തന്നെ ഒന്ന് മാറ്റാം. നല്ലപോലെ കഴുകിയ ശേഷം ഇതൊക്കെ ഒരു തട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നീളമുള്ള കമ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് മുറിച്ച് മാറ്റണം. കുറച്ച് വെച്ചിട്ട് വേണം, ബാക്കി വേണം മുറിച്ച് കളയാൻ. അപ്പോൾ ചൊനയോടുകൂടി വേണം ഇത് ഉപ്പിലിടാനായിട്ട്. അതുകൊണ്ട് കഴുകിയ ശേഷം മാത്രമേ ഇതുപോലെ മുറിച്ചെടുക്കാവൂ. മുറിക്കുമ്പോൾ ഇതിൽ കറയുണ്ടാവും. ഈ കറയോടുകൂടി തന്നെയാണ് നമ്മൾ ഉപ്പിലിടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കഴുകിയ ശേഷം മുറിച്ച് മാറ്റുന്നത്. അപ്പോൾ കുറച്ച് ഇതുപോലെ ഞെട്ടുഭാഗം വെച്ചിരിക്കുക, എന്നിട്ട് വേണം അത് മുറിച്ച് മാറ്റാൻ. അപ്പോൾ ഇതുപോലെ എല്ലാ മാങ്ങയിലും ചെയ്തെടുക്കാം. എല്ലാ മാങ്ങയും അതുപോലെ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഞെട്ടുഭാഗം ഇത്രയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇത് കഴുകാൻ പാടില്ല. ഇതുപോലെ തന്നെ ഇനി വെള്ളം മാറാനായിട്ട് നമുക്കൊരു തുണിയിലോട്ട് വിരിച്ചു വെക്കാം. ഞാനൊരു കോട്ടൺ തുണി വിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഒന്ന് മാങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2 മണിക്കൂർ ഇതുപോലെ ഒന്ന് തുണിയിലിട്ട് വെക്കുക. അപ്പോഴായിരിക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറുന്നത്. കഴുകിയ ശേഷമാണ് നമ്മൾ ഞെട്ടുഭാഗം മുറിച്ച് മാറ്റിയത്. അപ്പോൾ അതിനുശേഷം നല്ലപോലെ ഇതിൽ വെള്ളമുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ മാറാനായിട്ട് നല്ലപോലെ ഉണങ്ങാനായിട്ട് ഒരു കോട്ടൺ തുണിയിൽ ഇതൊന്ന് വിരിച്ചു വെക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എല്ലാം കൂടി കൂട്ടായിട്ട് ഇരിക്കേണ്ട, കുറച്ച് വിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരു 1 മണിക്കൂർ കഴിഞ്ഞ് ഒന്നും കൂടി ഒന്ന് പരത്തി കൊടുക്കുക. ഒന്ന് സൈഡ് തിരിച്ചിടുക. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ ഇത് ഉണങ്ങിയിട്ടുണ്ട്. വെള്ളമൊന്നുമില്ല മാങ്ങയിൽ. അപ്പോൾ ഞാനിതൊരു മെഷറിംഗ് കപ്പ് എടുത്തിട്ടുണ്ട്. ഏതെങ്കിലും നിങ്ങൾ ഒരു കപ്പ് എടുക്കുക. അതിൽ മാങ്ങ എത്ര ഉണ്ടെന്ന് ഏകദേശം ഒന്ന് അളന്നെടുക്കുക. ഇത് 1 കപ്പായിട്ട് എടുക്കാം. അങ്ങനെ എത്ര കപ്പ് മാങ്ങ ഉണ്ട് എന്നുള്ളത് അളന്നെടുക്കുക. അപ്പോൾ ഇതേ കപ്പിൽ തന്നെയാണ് ഉപ്പും മുളക് പൊടിയൊക്കെ കടുക് ഒക്കെ അളന്നെടുക്കുന്നത്. അപ്പോൾ ഇത് 2ാമത്തെ കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇതുപോലെ മാങ്ങ ഒന്ന് നിറച്ചിട്ട് എത്ര കപ്പ് ഉണ്ട് എന്നുള്ളത് നോക്കിയെടുക്കാം. ഞാൻ 240 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മെഷർ ചെയ്തപ്പോൾ 10 കപ്പ് മാങ്ങ എണ്ണ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഇനി ഉപ്പിലിടാനായിട്ട് ഞാനൊരു കുപ്പി ചില്ലി കുപ്പി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുപ്പി അല്ലെങ്കിൽ ഭരണി എടുക്കാം. അപ്പോൾ അത് നല്ലപോലെ കഴുകിയ ശേഷം വേണം, ഉണക്കി വേണം എടുക്കാൻ. അതേ കപ്പിൽ 10 കപ്പിൽ തന്നെ മാങ്ങ അളന്ന് അതേ കപ്പിൽ 1 കപ്പ് കല്ലുപ്പും എടുത്തിട്ടുണ്ട്. കല്ലുപ്പാണ് ഉപ്പ് ഇടാനായിട്ട് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പ് ഉപയോഗിക്കാറില്ല. അപ്പോൾ ആദ്യം നമുക്ക് കല്ലുപ്പ് ഒരു ലെയർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കുപ്പിയിൽ ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. കഴുകിയ ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭരണിയും ഉപയോഗിക്കാം. ഇനി മാങ്ങയും ഉപ്പുമായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യത്തെ ലെയർ ഉപ്പാണ്, പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പിടുക, മാങ്ങ ഇടുക, അങ്ങനെ ഇത് മുഴുവനായിട്ടും തീർക്കാം. 10 കപ്പ് മാങ്ങയ്ക്കാണ് 1 കപ്പ് കല്ലുപ്പ് എടുത്തിട്ടുള്ളത്. 5 കപ്പ് മാങ്ങയാണെങ്കിൽ 1/2 കപ്പ് കല്ലുപ്പ് മതിയാവും. പിന്നെ മെഷറിംഗ് കപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. നിങ്ങൾ ഏത് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ 1 കുപ്പി നിറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഒരു ചെറിയ കുപ്പിയിലും കൂടി ഞാൻ ബാക്കിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 2 കുപ്പിയിലായിട്ട് ഞാൻ ഇടുന്നുണ്ട്. പ്ലാസ്റ്റിക് പാത്രങ്ങളുടെ കാട്ടിലും ഇതുപോലെയുള്ള ചില്ല് കുപ്പിയോ ഭരണിയോ ആണ് നല്ലത്. അപ്പോൾ ഒറ്റ പാത്രത്തിൽ തികയാത്തതുകൊണ്ടാണ് ഞാനൊരു 2 കുപ്പിയിലായിട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു വലിയ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ തന്നെ ഒരുമിച്ചിടാവുന്നതാണ്. ഇനി ഇത് അടച്ച ശേഷം നമ്മൾ ഇരുട്ട് മുറിയിൽ വെക്കാം. നമ്മുടെ താഴെ കിച്ചൺ കബോർഡിൻ്റെ തന്നെ വെക്കാം. 12 ദിവസം ഇത് എന്നും ഒരു നേരം ഇതൊന്ന് കുലുക്കി കൊടുക്കണം. തുറക്കാതെ തന്നെ ജസ്റ്റ് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഇനി ഇത് ഇരുട്ട് റൂമിൽ വെക്കുകയാണ്. 12 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. 12 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. മാങ്ങയിൽ വെള്ളം നല്ല ഊറി വന്നിട്ടുണ്ട്. മാങ്ങ നല്ലപോലെ ചുരുങ്ങിയിട്ടുണ്ട്. അപ്പം അതിൽ നല്ലപോലെ ഉപ്പ് കയറിയതുകൊണ്ടാണ് നല്ലപോലെ ചുരുങ്ങിയിട്ടുള്ളത്. ഇനി ഈ മാങ്ങ നമുക്ക് അച്ചാർ ഇടാനായിട്ട് എടുക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിനർ എടുക്കാം. അടിയിൽ വെക്കാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഉപ്പുമാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ആ വെള്ളം ഒന്ന് ഊറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നമ്മൾ ഉപ്പിട്ട അതേ മാങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടാം. കണ്ടില്ലേ, മാങ്ങ നല്ലപോലെ ചുരുങ്ങി വന്നിട്ടുണ്ട്. 12 ദിവസം കഴിഞ്ഞ് എടുക്കുമ്പോൾ ഒരു മാങ്ങ എടുത്ത് നോക്കുക ഇതുപോലെ ചുരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ചുരുങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ച് 2-3 ദിവസം കൂടി വെച്ച് വെക്കാം. ഇതുപോലെ ചുരുങ്ങിയ ശേഷം മാത്രമേ അച്ചാറിടാനും പാടുള്ളൂ. ഉപ്പിലിട്ട ശേഷം 12 ദിവസം കുലുക്കി കൊടുക്കാനും മറക്കാതിരിക്കാം. ഇനി ഇത് ഇതുപോലെ തന്നെ ഒരു 1/2 മണിക്കൂർ വെച്ചിരിക്കാം. അതിലെ വെള്ളം മുഴുവൻ വാർന്ന ശേഷം ആ വെള്ളം നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. അരമണിക്കൂറിന് ശേഷം ഈ കണ്ണിമാങ്ങ നമ്മൾ കോട്ടൺ തുണിയിൽ ഇതുപോലെ വിരിച്ചിരിക്കുക. ഇതിലുള്ള വെള്ളം ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ട് മാങ്ങ കഴുകി ഉണക്കിയില്ലേ, അതേപോലെ തന്നെയാണ് ഇത്. ഒരു 1-1.5 മണിക്കൂറോളം ഇതുപോലെ വെച്ചിരിക്കുക. ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഉണങ്ങിയ ശേഷം
ഇനി നമുക്ക് അച്ചാറിടാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് വെള്ളം, കടുക് ഒക്കെ പൊടിച്ചും അരച്ചൊക്കെ വെക്കേണ്ടതുണ്ട്. ഇത് ആ ഉപ്പുവെള്ളമാണ്, സ്ട്രെയിൻ ചെയ്തെടുത്ത ഉപ്പുവെള്ളം. ഇതിനി ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഉപ്പുവെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വേറൊരു പാത്രത്തിൽ കുറച്ച് പച്ചവെള്ളവും വെച്ചിട്ടുണ്ട്. അത് രണ്ടും നല്ലപോലെ വെട്ടി തിളപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ കുറച്ച് വെള്ളവും കൂടി എപ്പോഴും ചൂടാക്കി വെച്ചിരിക്കാം. ഇനി ഉപ്പുവെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ എടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേണം തിളപ്പിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ സാധാരണ വെള്ളം തിളച്ചിട്ടുണ്ട്, തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ഉപ്പുവെള്ളവും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. അതും നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി രണ്ടും നല്ലപോലെ ചൂട് മാറാനായിട്ട് വെക്കാം. കംപ്ലീറ്റ് ആയിട്ട് ചൂട് മാറണം. അപ്പോൾ അതുവരെ ഒന്ന് വെച്ചിരിക്കാം. 10 കപ്പ് മാങ്ങയ്ക്ക് നിറച്ച് 1/4 കപ്പ്, 1/2 കപ്പ് വേണ്ട, 1/4 കപ്പിൽ കടലും കുറച്ചുകൂടി കൂടുതൽ കടുക് എടുത്തിട്ടുണ്ട്. വേഗം പൊടിഞ്ഞു കിട്ടാനായിട്ട് കുറച്ചു നേരം വെയിലത്ത് വെച്ചേ ഉള്ളൂ, വെക്കണമെന്നൊന്നുമില്ല. ഇപ്പോൾ ഉപ്പുവെള്ളവും സാധാരണ തിളപ്പിച്ച വെള്ളവും ചൂട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മാങ്ങയിൽ നല്ലപോലെ ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ചാറിൽ വേണം ഉപ്പ് വേണ്ടത്. അപ്പോൾ അതിന് ഇത്രയും ഉപ്പ് ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിളപ്പിച്ച ആറിയ വെള്ളം, സാധാരണ പച്ചവെള്ളം ഇതിലോട്ടൊന്ന് കലക്കാണ്. കലക്കിയ ശേഷം അതിൻ്റെ ഉപ്പൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ 2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ കൂടുതൽ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ചാറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയ ശേഷം ഇപ്പോൾ ഏകദേശം ഒരു കറക്റ്റ് ആണെങ്കിൽ ബാക്കി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ആവശ്യമെങ്കിൽ മാത്രം ഇനിയും ഉണ്ടെങ്കിൽ വെള്ളം ചേർത്ത് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് നോക്കി കറക്റ്റാക്കി ഈ വെള്ളം ഇനി ഉപയോഗിച്ചിട്ട് വേണം കടുക് അരയ്ക്കാനും അതിൻ്റെ കൂടെ ഈ അച്ചാറിനുള്ള ചാറ് ഉണ്ടാക്കാനും. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. കടുക് ഞാൻ അരമണിക്കൂർ വെയിലത്ത് വെച്ചേ ഉള്ളൂ, അത് ഓപ്ഷണലാണ്, അങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ കടുക് മുഴുവനായിട്ട് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ആദ്യം ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ കടുക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂട് മാറിയ ഈ ഉപ്പ് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഒരു വലിയ പാത്രം എടുക്കുക, അതിലോട്ട് നമ്മൾ കടുക് അരച്ചത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വലിയ പാത്രം എടുക്കുന്നത്, ഇനി ബാക്കിയെല്ലാം ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ മാങ്ങ ഇട്ട് ഇളക്കുന്നതുമൊക്കെ. അപ്പോൾ അതിന് പറ്റുന്ന ഒരു വലിയ പാത്രം തന്നെ എടുക്കുക. അപ്പോൾ മുഴുവനായിട്ടുള്ള കടുക് അരച്ചത് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അച്ചാറിന് ആവശ്യമുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ 125 ഗ്രാം പിരിയൻ മുളകും 125 ഗ്രാം വറ്റൽമുളകും കൂടി ഉണക്കി പൊടിച്ചതാണ്. ഈ കടുക് അരച്ചതിലോട്ട് നമുക്കിനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചേർത്ത് ഇളക്കുമ്പോഴത്തേക്കും അതൊന്ന് കുറുകി വരും. അപ്പോൾ കുറച്ച് ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചിട്ട് അതിൻ്റെ ചാറ് ആക്കിയെടുക്കാം. നല്ല കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അതേപടി നിങ്ങൾക്ക് ലൂസായിട്ട് വേണം, ചാറ് നല്ല വെള്ളമായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പുവെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചായിട്ട് ഇതുപോലെ ഉപ്പുവെള്ളം ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്തായാലും 3 ടേബിൾ സ്പൂൺ നമുക്ക് എരിവ് മതിയാവില്ല, കൂടുതൽ മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെള്ളം ചാറ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളമായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ 11 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം നമ്മൾ ചാറ് ഉണ്ടാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ നിറച്ച് 1/4 കപ്പ് കടുക് പൊടിച്ചതും 11 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തതാണ്. മാങ്ങ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ട് മുങ്ങിക്കിടക്കുന്നുണ്ട്. എല്ലാ മാങ്ങയും ഇതുപോലെ മുങ്ങിക്കിടക്കണം. ഇനി മാങ്ങ ഉപ്പിലിട്ട അതേ കുപ്പിയിലോട്ട് തന്നെ ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ നല്ലെണ്ണ മുക്കിയ തുണി വിരിച്ച് വെക്കാറുണ്ട്. ഇല്ലെങ്കിൽ വാഴയില വാട്ടിയ ശേഷം നല്ലെണ്ണയിൽ മുക്കിയിട്ടും വെക്കാറുണ്ട്. ഇപ്പോൾ ചില്ലുപ്പിയിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല. ഭരണിയിലാവുമ്പോൾ അമ്മ പണ്ട് നല്ലെണ്ണയിൽ മുക്കിയ തുണി മുകളിൽ വിരിച്ചിട്ടാണ് ഇത് അടച്ചു വെക്കാറ്. കുറഞ്ഞത് ഒരു 2 ആഴ്ചയെങ്കിലും വെളിച്ചം തട്ടാത്ത റൂമിൽ വെക്കണം ഇത്. അത് കഴിഞ്ഞ ശേഷം ഉപയോഗിച്ച് തുടങ്ങാം. ഇത് 3 ആഴ്ചയ്ക്ക് ശേഷം എടുത്ത കണ്ണിമാങ്ങ അച്ചാറാണ്. എരിവൊക്കെ പിടിച്ച് മാങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആവശ്യമുള്ളത് ഒരു ചെറിയ കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ വെക്കാം. ബാക്കിയുള്ളത് ഇരുട്ട് റൂമിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് 1 വർഷം വരെ കേടാകാതെ ഈ അച്ചാർ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കണ്ട. താങ്ക്